ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ നമ്മുടെ രവീന്ദ്രൻ വല്ലാത്ത ഒരു അവസ്ഥയിൽ ഇങ്ങനെ ശ്വാസമൊക്കെ വലിച്ച് നല്ലൊരു അഭിനയം കേട്ടോ നമ്മുടെ രവീന്ദ്രൻ ഏതായാലും കാഴ്ചവെച്ചിരിക്കുന്നത്. കാരണം കണ്ണൊക്കെ ഇങ്ങനെ പുറത്ത് തള്ളി ശ്വാസമൊക്കെ ഇങ്ങനെ കിട്ടാതെ ശ്വാസം വലിച്ചെടുക്കുന്ന ആ ഒരു സീനൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതേ സമയം ആയിക്കോട്ടെ രേവതി ക്ഷണപ്രദക്ഷിണം നടത്തിക്കൊണ്ടിരിക്കുന്നു അമ്പലത്തില്. രേവതിയുടെ പ്രാർത്ഥന കൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ നമ്മുടെ രവീന്ദ്രന് അവിടെ എന്തോ പെട്ടെന്ന് ഒരു ആശ്വാസം കിട്ടുകയാണ് കേട്ടോ. അങ്ങനെ പതുക്കെ നമ്മുടെ രവീന്ദ്രൻ നോർമലായി കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞു, ദേ നിങ്ങൾ ഇങ്ങനെ പരിഭ്രാന്തിപ്പെട്ടിട്ടൊന്നും യാതൊരു കാര്യവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, സാധാരണ ഒരു ബ്ലോക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് മരുന്ന് കൊടുത്ത് നമുക്ക് റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. ഇത് 3 ബ്ലോക്കാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം പെട്ടെന്ന് ഒരു അറ്റാക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല ശരീരത്തിന്. അപ്പൊ അതുകൊണ്ട് പെട്ടെന്നൊരു ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ. അപ്പൊ ഈ 3 ബ്ലോക്കിന്റെ കാര്യം വല്ലാത്ത പ്രശ്നത്തിൽ തന്നെയാണ്. അപ്പോൾ ഓപ്പറേഷൻ അല്ലാതെ ഇതിന് യാതൊരു മാർഗവുമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മിനിറ്റുകൾക്കുള്ളിൽ ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ. നിങ്ങളുടെ ഈ ഒരു ആളെ, നിങ്ങളുടെ കുടുംബത്തിന്റെ ഈ ഒരു ഗ്രഹനാഥനെ ഞങ്ങൾക്ക് തിരിച്ചു തരണമെങ്കിൽ, നിങ്ങളെ ഏൽപ്പിക്കണമെങ്കിൽ പ്രാർത്ഥനയും അതിനോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള സർജറിയൊക്കെ നടത്തിയാൽ മാത്രമേ ജീവൻ തിരിച്ചു കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടതും നമ്മുടെ ചന്ദ്ര, എൻ്റെ ദൈവമേ, എൻ്റെ രവിയേട്ടനെ രക്ഷിച്ചതാ ഡോക്ടർമാരെ, എൻ്റെ രവിയേട്ടനെ രക്ഷിക്കു ഡോക്ടർമാരെ എന്ന് പറഞ്ഞ് ചങ്കത്തടിച്ചങ്ങോട്ട് കരയാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഇങ്ങനെ പിടിച്ചു കേട്ടോ. അമ്മയെ കരയാതിരിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഡോക്ടർ പറയുന്നുണ്ട്, നിങ്ങളുടെയൊക്കെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകും, പക്ഷെ ഇത് പറയാതെ ഞങ്ങൾക്ക് ഇരിക്കാൻ വയ്യ. ഇയാളുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഓപ്പറേഷൻ നടത്തണം. ആ ഓപ്പറേഷൻ നടത്താൻ വേണ്ട തുക എന്ന് പറയുന്നത് 4 ലക്ഷം രൂപയാണ്. ആ ഒരു 4 ലക്ഷം രൂപ നമ്മുടെ ഹോസ്പിറ്റലിൽ പേ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് സർജറി കാര്യങ്ങളും ഒക്കെ നടത്താന്ന് പറയാം. ഇത് കേട്ടതും നമ്മുടെ ചന്ദ്രയും അതുപോലെ ശ്രുതിയും ഒക്കെ സച്ചിയൊക്കെ ഞെട്ടിപ്പോയിട്ടോ. അപ്പൊ സച്ചി ചോദിച്ചു, 4 ലക്ഷം രൂപയോ ഡോക്ടറെ എന്ന് ചോദിച്ചപ്പോ അതെ, 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ എന്ന് പറയുന്നത് അത് തീരെ കുറവ് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് വേറെ ഇൻഷുറൻസ് കാർഡുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നും കുറയുകയൊക്കെ ചെയ്യും. പക്ഷെ ഇപ്പൊ 4 ലക്ഷം രൂപ ഏതായാലും അടച്ചേ പറ്റത്തുള്ളൂ. എത്രയും പെട്ടെന്ന് വേണം അറേഞ്ച് ചെയ്യണം, പെട്ടെന്ന് എല്ലാം അറേഞ്ച് ചെയ്യണം. അതനുസരിച്ച് നിങ്ങൾ ഇത് കൊണ്ടുവരുന്ന അനുസരിച്ച് വേണം നമുക്ക് ഇവിടുന്ന് ബ്ലഡൊക്കെ എടുക്കാനൊക്കെ ആയിട്ട്. അതുകൊണ്ട് എല്ലാം എത്രയും പെട്ടെന്നെങ്കിൽ എത്രയും പെട്ടെന്ന് അത്ര പെട്ടെന്ന് ആയിക്കോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടോ ഡോക്ടർ പോയി കേട്ടോ. നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ കിടക്കാണ്. സച്ചി രവീന്ദ്രനെ അങ്ങ് കെട്ടിപ്പിടിച്ച് കരയാണ്. അപ്പൊ അവിടെ നിന്ന് സിസ്റ്റർ പറഞ്ഞു, ദേ നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യരുതേ, അത് രോഗിയാണ്, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ പുറത്തിറങ്ങി നിൽക്കുക, ഇത് IC ഒന്നും നിങ്ങൾക്ക് അറിയാലോ, എല്ലാവരും പുറത്തിറങ്ങുക അല്ലെങ്കിൽ ഡോക്ടർ കയ്യിൽ നിന്ന് കേൾക്കുമെന്ന് പറഞ്ഞു. ഏതായാലും ഈ സമയം കൊണ്ട് ഇവർ പുറത്തിറങ്ങിയിട്ട് നമ്മുടെ സച്ചി ആ ഒരു ഭിത്തിയിൽ ചെന്ന് ഇങ്ങനെ ചാരി നിന്ന് കരയാണ് കേട്ടോ. എങ്ങനെ പൈസ ഉണ്ടാക്കും എന്നൊക്കെ ഓർത്തിട്ട് നമ്മുടെ സച്ചിക്ക് യാതൊരു ഇതുമില്ല, ഐഡിയയും കിട്ടുന്നില്ല. അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ എൻ്റെ ഈശ്വരന്മാരെ, എന്തു മഹാഭാവം ആ മനുഷ്യൻ ചെയ്തത്. ആ മനുഷ്യൻ ആരോടും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ, എന്തിനാ ആ മനുഷ്യനെ ദ്രോഹിക്കുന്നത്? എടാ സച്ചി, ഇനി എന്താടാ ചെയ്യുന്നത്? എടാ സുധി, ഇനി എന്ത് ചെയ്യൂടാ, ഒന്ന് പറയടാ, എനിക്ക് വേറെ ആരും ഇല്ലടാ. ദേ എൻ്റെ താലി എനിക്ക് നഷ്ടമാകാൻ പോവാണോ? ഇല്ല, അങ്ങേരില്ലാതെ ഞാൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കില്ല. ഞാൻ അങ്ങേരെ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ അതും ഇതുമൊക്കെ പറയുമെങ്കിലും പക്ഷെ അങ്ങേരെ കാണാതെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ പോലും പോകാത്തത് അറിയാമോ നിങ്ങൾക്ക്? അതൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. എടാ സച്ചി, എടാ അച്ഛനും തിരിച്ചു കൊണ്ടുപോടാ, എവിടെന്നെങ്കിലും 4 ലക്ഷം രൂപ ഒപ്പിക്കടാന്ന് പറയാം. അപ്പൊ സച്ചി പറയും, ഞാൻ എവിടെന്ന് 4 ലക്ഷം രൂപ ഒപ്പിക്കാനാന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ നോക്കുകയാണ് ശ്രുതിയുടെ മുഖത്തേക്ക്. ശ്രുതി അങ്ങോട്ട് കുനിഞ്ഞു നിന്നൂട്ടോ. ഏതായാലും ചന്ദ്ര പറഞ്ഞു, മോളെ ശ്രുതി, ഇനിയിപ്പം നീ മാത്രമേ ഉള്ളൂ എൻ്റെ രവിയേട്ടനെ രക്ഷിക്കാന്. നീ ഒരു കാര്യം ചെയ്യ, നീ നിന്റെ അച്ഛനെ വിളിച്ചാൽ നിനക്ക് 4 ലക്ഷം രൂപയല്ല 10 ലക്ഷമെങ്കിലും കിട്ടും. വേണ്ട, ഒരു 4 ലക്ഷം മതിയല്ലോ. നീ വിളിക്ക് മോളെ ശ്രുതി, നീ വിളിക്ക്, നിന്റെ കയ്യില ഇനി എൻ്റെ രവിയേട്ടൻ്റെ ജീവൻ. വിളിക്ക് മോളെ എന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ നമ്മുടെ ശ്രുതി പറഞ്ഞു, അയ്യോ അമ്മ, അതെങ്ങനെയാ ശരിയാവുന്നത്? അത് പിന്നെ അച്ഛനിപ്പം അവിടെ ഇല്ല. അപ്പൊ പെട്ടെന്ന് നമ്മുടെ സച്ചിയാണെങ്കിൽ ആരെയോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പൊ ഫോൺ ചെയ്തിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഇവരിങ്ങനെ സംസാരിക്കുന്ന കേട്ട ഉടനെ അത് നോണ പുളിച്ച നോണ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഫോണിൽ കൂടി ഇങ്ങനെ പറയുന്ന പോലെയാണ്. പക്ഷേ നമ്മുടെ
ശ്രുതിക്കിട്ട് നല്ല താങ്ങുന്നതാണ്. ശ്രുതി പെട്ടെന്ന് സച്ചിനെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് സച്ചി ശ്രുതിനെ നോക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചന്ദ്ര വീണ്ടും പറയാം, മോളെ നീ ആരോടെങ്കിലും പറഞ്ഞ് ഏർപ്പാടാക്ക. നിന്റെ അച്ഛന് അങ്ങ് മലേഷ്യയിൽ ഒത്തിരി കമ്പനിയൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ, അവിടുത്തെ സ്റ്റാഫുകളോ മാനേജറുകളൊക്കെ കാണൂലോ, അവരെ ആരെങ്കിലും വിളിച്ച് ഒന്ന് ഏർപ്പാടാക്ക്. എൻ്റെ രവിയേട്ടൻ നമ്മുടെ രവിയേട്ടൻ എനിക്കത് ഓർക്കാൻ കൂടി പറ്റുന്നില്ല മോളെ. നീ അല്ലാതെ വേറെ ആരുടെ മുമ്പിലാ ഈ അമ്മ ചെന്ന് കൈ നീട്ടാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കാണ് നമ്മുടെ ശ്രുതി പറഞ്ഞ, അമ്മേ പറ്റില്ല അമ്മേ, വേറെ ഒന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം നമ്പർ ഇല്ലാതെ ഞാൻ എന്ത് ചെയ്യാൻ അമ്മയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതി പറഞ്ഞു, എങ്കിൽ പിന്നെ ശ്രുതി നീ ഒരു കാര്യം ചെയ്യുക, നമുക്ക് ആ ബ്യൂട്ടി പാർലർ അങ്ങ് വിറ്റാലോ, ബ്യൂട്ടി പാർലർ വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പൈസ കൂടുതൽ കിട്ടൂലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതും പറ്റത്തില്ലല്ലോ ശ്രുതിക്ക്, കാരണം ബ്യൂട്ടി പാർലറൊക്കെ വിറ്റിട്ടല്ലേ പ്രമാണം പണയം എടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതും കഴിയത്തില്ല. അപ്പൊ ശ്രുതിക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രുതി പറഞ്ഞു, അത് പിന്നെ ബ്യൂട്ടി പാർലറൊക്കെ ഇപ്പം പെട്ടെന്നൊക്കെ വിൽക്കാൻ പറ്റുമോ, അതൊക്കെ ആളെ കണ്ടുപിടിച്ച് തിരക്കിയൊക്കെ അല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, പിന്നെ എന്താ ഞാൻ ചെയ്യേണ്ടത്, എൻ്റെ ഭർത്താവ് എനിക്ക് ജീവനോട് കിട്ടില്ലേ, എടാ സച്ചി നീ എന്തെങ്കിലും ഒന്ന് ചെയ്യടാ എന്നിങ്ങനെ പറയാം. അപ്പൊ സച്ചി ആരെങ്ങാണ്ട് വിളിച്ചോണ്ടൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ, പൈസ ഉണ്ടോ, പൈസ ആയോ, അവരുടെ കയ്യിലുണ്ടോ ഇവരുടെ കയ്യിലുണ്ടോ എന്നൊക്കെ മാക്സിമം നമ്മുടെ സച്ചി വിളിച്ച് അന്വേഷിച്ചിട്ട് സച്ചിക്ക് പൈസ കിട്ടുന്നില്ല. അപ്പൊ സച്ചി നേരെ സുധിയുടെ അടുത്ത് വന്നിട്ട്, സുധി നിന്റെ കയ്യിൽ വല്ലതും മറിക്കാൻ കാണുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് സുധി പറഞ്ഞു, എൻ്റെ കയ്യിൽ എവിടെ നിന്നാടാ മറിക്കാൻ, കഴിഞ്ഞ മാസത്തെ ശമ്പളം കിട്ടിയതിൻ്റെ പകുതി അങ്ങാണ്ട് എൻ്റെ കയ്യിൽ ഇരിപ്പുള്ളൂ, വേറെ ഒന്നും എൻ്റെ കയ്യിലില്ലെന്ന് പറഞ്ഞപ്പം ശ്രുതി പറഞ്ഞു, അല്ല സുധി നീ ഒരു കാര്യം ചെയ്ത്, നിനക്ക് കമ്പനിയിൽ നിന്ന് ലോണൊന്നും കിട്ടത്തില്ലേ, സാധാരണ ഇങ്ങനെയുള്ള അസുഖങ്ങളുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭാര്യയ്ക്കോ അച്ഛനോ അമ്മയ്ക്കോ എന്തെങ്കിലും അസുഖമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസെൻറ്റീവിൽ നിന്ന് അങ്ങനെ ലോണൊക്കെ കിട്ടുന്നതല്ലേന്ന് പറഞ്ഞപ്പം അത് പിന്നെ അവിടെ അങ്ങനെയൊന്നും കൊടുക്കാത്ത കമ്പനിയാ, എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യുക, കുറച്ച് കടം ചോദിക്കത്തില്ലേ, അതൊന്നും പറ്റില്ല, അങ്ങനെ കടം ചോദിക്കരുതെന്ന് തന്നെ അവിടെ ചെന്ന് ഇന്റർവ്യൂ ഒക്കെ ചെയ്തപ്പോൾ പറഞ്ഞത്, ഇനിയിപ്പോൾ അങ്ങനെ വല്ലതും കടം ചോദിച്ചു കഴിഞ്ഞാൽ അവരെൻ്റെ ജോലിയിൽ നിന്ന് ഇറക്കി വിട്ടാൽ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞിട്ട് സച്ചു പറഞ്ഞു, ഷോ ഇനിയിപ്പോൾ എന്താ ചെയ്യുന്ന, ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അപ്പം അവിടെ നമ്മുടെ രവീന്ദ്രന്റെ കൂട്ടുകാരനുണ്ട് കേട്ടോ. അപ്പൊ രവീന്ദ്രന്റെ കൂട്ടുകാരന് നിവൃത്തികെട്ട ഒരു മനുഷ്യനാണ്, രവീന്ദ്രനേക്കാളും നിവൃത്തിയില്ലാത്തൊരു മനുഷ്യനാണ്. അപ്പൊ അതെന്ന് കഴിഞ്ഞു പോകുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ ആ മനുഷ്യനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ആ മനുഷ്യനും പറയാ, എൻ്റെ ദൈവമേ എന്ത് നല്ല മനുഷ്യനായിരുന്നു, എനിക്ക് 5 പൈസയുടെ ഉപകാരം എന്ന് പറഞ്ഞാൽ അത് രവീന്ദ്രനെ കൊണ്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, പക്ഷെ ഈ ഒരു സമയത്ത് എനിക്ക് അവനെ സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ, എന്ത് ചെയ്യാനാ, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് മോനെ, എൻ്റെ കയ്യിൽ ഇത്രയും പൈസയും എടുക്കാനില്ല, എനിക്കാരും അങ്ങോട്ട് പൈസ തരുവോ ഇല്ല എന്ന് പറഞ്ഞപ്പം, അങ്കിള് വിഷമിക്കൊന്നും വേണ്ട, അങ്കിള് പേടിക്കണ്ട അങ്കിള് വിഷമിക്കാതിരിക്കുക, ഞാൻ വേറെ എന്തെങ്കിലും ഒരു വഴി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ശ്രുതി പറഞ്ഞത്, അല്ല നമ്മുടെ പ്രമാണം പണയം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പൈസയിൽ കൂടുതൽ പൈസ കിട്ടുന്നല്ലേ, അപ്പൊ പിന്നെ ഒന്ന് പ്രമാണം പണയം വെച്ചുകൂടെ എന്ന് ചോദിച്ചു. അപ്പോഴാണ് പെട്ടെന്ന് സച്ചിക്കും തോന്നിയത്, അയ്യോ ശരിയാണല്ലോ, പ്രമാണം പണയം വെച്ച് കഴിഞ്ഞാൽ കിട്ടൂലോ. അപ്പൊ നമ്മുടെ ചന്ദ്ര പറഞ്ഞു, മോനെ സച്ചി നീ ഒരു കാര്യം ചെയ്യുക, വീട്ടിൽ ചെന്ന് പ്രമാണം എടുത്തിട്ട് നീ ഒരു കാര്യം ചെയ്യുക, നീ കൊണ്ടുപോയി പണയം വെച്ചിട്ട് പൈസ കൊണ്ടുപോവാ, എത്രയും പെട്ടെന്ന് കൊണ്ടുപോടാ, എങ്ങനെയെങ്കിലും നമ്മുടെ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കടാ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് സച്ചി പറഞ്ഞു, ഞാനിപ്പോൾ വരാം, അതെ സുധി അങ്കിളെ എല്ലാവരും ഒന്ന് നോക്കിക്കോണേ, ഞാനൊരു അരമണിക്കൂറിനുള്ളിൽ ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി അവിടെ നിന്ന് നേരെ പോവുകയാണ്. അപ്പോഴാണ് അതിൻ്റെ ഇടയ്ക്ക് പ്രമാണത്തിന്റെ കാര്യം പറഞ്ഞത്. പ്രമാണം രേവതിയുടെ കയ്യിലാണല്ലോ നമ്മുടെ രവീന്ദ്രനും കൊടുത്തിരിക്കുന്നത്. അപ്പൊ രേവതിനെയാണ് നേരെ സച്ചി വിളിക്കുന്നത് കേട്ടോ. അത് ഹോസ്പിറ്റലിൽ വെച്ച് ആ ഒരു ചർച്ചയും നടന്നു. നമ്മുടെ ചന്ദ്ര ഇതിനിടയിൽ പറഞ്ഞു രേവതിയുടെ കയ്യിലാണോ ഉള്ളതെന്ന്. ഏതായാലും ഈ സമയം രേവതിനെ നമ്മുടെ സച്ചി വിളിക്കുകയാണ്. സച്ചി വിളിച്ച് വീട്ടിൽ ചെന്ന് അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. വീട്ടിൽ ചെന്ന് അലമാരയിലൊക്കെ തപ്പുകയും പിറക്കുകയും ഒക്കെ ചെയ്യുകയാണ് സച്ചി. അവിടെയും ഇവിടെയൊക്കെ അരിച്ചു പിറക്കിയിട്ടും ആ ഒരു പ്രമാണം കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ എങ്കിൽ പിന്നെ നേരെ നമ്മുടെ രേവതിനെ വിളിച്ചേക്കാന്ന് പറഞ്ഞ് സച്ചി രേവതിനെ ഫോൺ വിളിക്കുകയാണ്. അപ്പൊ രേവതിനെ ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി ഇങ്ങനെ കിട്ടുന്നില്ല, രേവതി എടുക്കുന്നില്ല. ഏതായാലും രേവതി ഈ ഒരു സമയത്ത് ക്ഷണപ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അമ്പലത്തിൽ 101 തവണ എങ്ങാണ്ട് ക്ഷണപ്രദക്ഷിണം വെക്കണമല്ലോ, അപ്പൊ അതിൻ്റെതായ ഒരു താമസം എടുക്കൂലോ. അതിന്റെ കൂടെ ലക്ഷ്മിയും ദേവും ക്ഷണപ്രദക്ഷിണത്തിന്റെ കൂടെ ഇങ്ങനെ ഉന്തി വിട്ടോണ്ടൊക്കെ ഇരിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് നമ്മുടെ സച്ചി ഫോൺ വിളിക്കുന്നത്. സച്ചിക്ക് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. അപ്പൊ പിന്നെ സച്ചി ഓർത്തു എങ്കിൽ പിന്നെ നേരെ ചെല്ലാം, നേരെ പോയേക്കാം, നേരെ വീട്ടിൽ ചെന്ന് രേവതിയോട് ചോദിക്കാലോ എന്ന് പറഞ്ഞാൽ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ ഗേറ്റും പൂട്ടിയിട്ട് അവിടെ ആരും ഇല്ലതാരും. സച്ചി എന്ത് ചെയ്യാനാ? സച്ചി നേരെ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സച്ചി നേരെ സുധിയുടെ മുമ്പിലേക്കാ പാഞ്ഞു ചെല്ലുന്നത്. എടാ എന്തിയടാ പ്രമാണം എന്ന് ചോദിച്ചു.
അപ്പൊ സുധി വെച്ച് പ്രമാണം എന്ത് ചെയ്യുന്നു, അത് എന്നോടാണോ ചോദിക്കേണ്ടതെന്ന് ചോദിച്ചപ്പം എടാ നീ അല്ലാതെ വീട്ടിൽ വേറൊരു കള്ളനില്ല, ആ പ്രമാണം ഇപ്പൊ അലമാരക്കകത്തില്ല, അത് നീയല്ലേടാ എടുത്തത്, എടാ എന്തിനാണ് ആ പ്രമാണം എടുത്ത് നീ കൊണ്ടുപോയി പണയം വെച്ചത്, എടാ നിനക്ക് ഇതുവരെ മതിയായില്ലേടാ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ശ്രുതി ഇങ്ങ് കയറി വന്നിട്ട് പറഞ്ഞു, സച്ചി എന്താ സച്ചി ഈ പറയുന്നത്, എന്റെ ഭർത്താവ് പ്രമാണം ഒന്നും പണയം വെക്കാൻ എടുത്തിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ അമ്മ പണയം വെച്ച പ്രമാണം ഞാനത് എടുത്ത് തന്നിട്ടേ ഉള്ളൂ, ഞങ്ങൾ ആരും പ്രമാണത്തിൽ തൊട്ടിട്ട് പോലും ഇല്ലെന്ന് പറഞ്ഞപ്പോ ചന്ത പറഞ്ഞു, ഓഹോ നീ ആരുടെ മെക്കിട്ടാ സച്ചി കയറുന്നത്, ഈ പ്രമാണം ആരുടെ കയ്യിലാ, നിന്റെ ഭാര്യയുടെ കയ്യിലല്ലേ, അവള് കൊണ്ടുപോയി കാണും, അവള് മനഃപൂർവ്വം കൊണ്ടുപോയി കാണും, എടി മഹാഭാവി എന്റെ കുടുംബം മുട്ടിച്ചതും പോരാഞ്ഞിട്ട് പ്രമാണം തൂക്കിയെടുത്തോണ്ട് അവള് പോയി, അവക്ക് ഇത് തന്നെയായിരുന്നു വേണ്ടത്, അതാ അവള് തന്ത്രപൂർവ്വം ഈ മനുഷ്യന് സോപ്പിട്ട് നിന്നത്, ലാസ്റ്റ് ആ മനുഷ്യന് പോലീസ് സ്റ്റേഷനിൽ കയറ്റി, ഇപ്പന്റെ ഹോസ്പിറ്റലില്, അയ്യോ എന്ത് ചെയ്യാനാ മഹാഭാവി, അവൾ ഒരിക്കലും ഗുണം പിടിക്കില്ലടാ, ഒരിക്കലും ഗുണം പിടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രാകാരം തുടങ്ങി നമ്മുടെ ചന്ദ്ര. അപ്പോഴത്തേക്കുമാണ് രവീന്ദ്രന്റെ കൂട്ടുകാരൻ പറഞ്ഞത്, മോനെ സച്ചി നീ ഒരു കാര്യം ചെയ്യുക, വേറെ എന്തെങ്കിലും ഒരു വഴി നോക്കി, ഇനിയിപ്പോൾ വേറെ വഴി നോക്കിയല്ലേ പറ്റൂ, നീ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞു. സച്ചിക്ക് ഒരു അന്തവും കുന്തവും ഇല്ലാട്ടോ, സച്ചി എവിടെ പോവും, എങ്ങനെ പോവും, എന്ത് ചെയ്യും എന്നൊന്നും സച്ചിക്ക് അറിയില്ല. സച്ചി 3-4 കൂട്ടുകാരന്മാരെയൊക്കെ വിളിക്കുകയാണ്, എവിടെന്നെങ്കിലും എങ്ങനെയെങ്കിലും പൈസ ഒപ്പിച്ച് തരുമോ എന്നൊക്കെ ചോദിച്ച്. ഈ ഒരു സമയത്തൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരാണെങ്കിൽ പോലും ബന്ധുക്കളാണെങ്കിൽ പോലും ഫോൺ വിളിച്ചാൽ പോലും എടുക്കാത്തൊരു സമയമാണ് ഇതൊക്കെ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സച്ചി ഫോൺ വിളിച്ചിട്ട് കുറച്ചു പേര് എടുക്കുന്നില്ല, കുറച്ചു പേര് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറയുന്നു. ഇത് തന്നെയാണ്. അപ്പൊ സച്ചിക്ക് മനസ്സിലായി ഇനിയിപ്പം അവരോടോ ഇവരോടോ ഒന്നും ചോദിച്ചുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. ഏതായാലും ഇതേ സമയം ആയിക്കോട്ടെ, നമ്മുടെ രേവതിയുടെ അടുത്ത് ശയനപ്രദക്ഷിണമൊക്കെ കഴിഞ്ഞിട്ട് രേവതി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും രേവതിയുടെ അടുത്ത് പെട്ടെന്ന് ഒരു ചേച്ചി വരികയും നിന്റെ ഭർത്താവ് കുറച്ച് പൈസയ്ക്ക് ഇങ്ങനെ നടക്കുകയാണ്, നിന്റെ ഭർത്താവിന് എന്തോ 4 ലക്ഷം രൂപ അങ്ങാണ്ട് വേണം, നിന്റെ അമ്മായി അച്ഛന് ഓപ്പറേഷൻ ചെയ്യാനാണ്, ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ചോദിച്ച് നടക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതിക്ക് എന്ത് ചെയ്യാൻ പറ്റും, രേവതിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. രേവതി ആണെങ്കിൽ വല്ലാതെ പെട്ട് നിൽക്കുകയാണ്. രേവതിക്ക് പെട്ടെന്ന് 4 ലക്ഷം രൂപ നമ്മുടെ രേവതിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ, ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ രേവതി എന്ത് ചെയ്യണമെന്ന് അറിയാതെ രേവതി കരയുകയാണ് കേട്ടോ, നിലവിളിക്കുകയാണ് രേവതി കിടന്ന്. മോളെ കരയാതെ മോളെ, ദൈവം കാത്തുകൊള്ളും, ആ മനുഷ്യന് ഒരു പാവം ആരോടും ചെയ്തിട്ടില്ലല്ലോ, നമ്മുടെ ദൈവത്തിന്റെ സ്ഥാനത്തല്ലേ നമ്മളും ആ മനുഷ്യനെ കണ്ടിട്ടുള്ളൂ, ദൈവം കാത്തോളും, മോള് സങ്കടപ്പെടാതെ എന്നൊക്കെ നമ്മുടെ രേവതിയോട് പറയുന്നുണ്ട്. ഇതേ സമയമാണ് ആ ഒരു ചേച്ചി തന്നെ പറയുന്നത്, ഒരു സ്വാമിജി ഉണ്ട്, ഒരു സ്വാമിജിയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പുള്ളിക്കാരി തരുന്ന ചരട് ഒരെണ്ണം ജപിച്ചു കൊണ്ടുപോയി, നല്ല ഒരു സ്വാമിജി തന്നെയാണ്, അവിടെ പോയി ഒന്ന് നമ്മുടെ വിശ്വാസമാണല്ലോ, അപ്പൊ അവിടെ പോയി ഒരു ചരട് ജപിച്ചുകൊണ്ട് വന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ കെട്ടിക്കൊടുത്താൽ വേറെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയാ. നമ്മുടെ രേവതി അത് കേട്ട പാതി കേൾക്കാത്ത പാതി നേരെ സ്വാമിജീനെ കാണാൻ വേണ്ടി പോകുകയാണ് കേട്ടോ. കാരണം എങ്ങനെയെങ്കിലും തനിക്ക് കഴിയാവുന്ന രീതിയിൽ നമ്മുടെ രവീന്ദ്രനെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ രക്ഷിക്കണം എന്ന് മാത്രമാണ് നമ്മുടെ രേവതിക്ക് ആ ഒരു ടൈമിലുള്ളത്. അതുകൊണ്ട് രേവതിയും രേവതിയുടെ അമ്മയും അനിയത്തിയും കൂടെ നേരെ ആ സ്വാമിജിയുടെ അടുത്തേക്ക് ചെന്ന് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പൊ സ്വാമിജി പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട മോളെ, ഒരിക്കലും പേടിക്കണ്ട, മോളുടെ അമ്മായിയച്ഛൻ ഒരാപത്തും വരില്ല, മോളുടെ അമ്മായിയച്ഛൻ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി തന്നെ തിരിച്ചു വരും, മോൾ ഇത് കൈ കെട്ടിക്കൊടുത്താൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്, അദ്ദേഹം ഇനിയും ഒരുപാട് നാൾ ജീവിച്ചിരിക്കേണ്ട ഒരു മനുഷ്യനാണ്, അതുകൊണ്ട് ദൈവം ഒരിക്കലും ആ മനുഷ്യനെ കൊണ്ടുപോവില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു സ്വാമിജി ഒരു സ്ത്രീയാണ് കേട്ടോ, ഒരു പൂജ ചെയ്ത് ഒരു ചരടൊക്കെ കൊടുത്തു. ഈ സമയമായിട്ട് ആയിക്കോട്ടെ നമ്മുടെ സച്ചി നെട്ടോട്ടം ഓടുകയാണ്. നെട്ടോട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്ത നെട്ടോട്ടം എന്ന് പറയാം. അങ്ങനെ സച്ചി ലാസ്റ്റ് ചെല്ലുന്നത് പലിശക്കാരൻ്റെ അടുത്താണ് കേട്ടോ. നമ്മുടെ സച്ചിയുടെ വണ്ടി ഓടിക്കുന്ന ആ ഒരു ഫൈനാൻസർ ഉണ്ടല്ലോ, ഫൈനാൻസറിന്റെ അടുത്താണ് ചെല്ലുന്നത്. വാടകയ്ക്ക് വണ്ടി കൊടുത്തല്ലോ ഫൈനാൻസർ. അപ്പം അയാളുടെ അടുത്ത് ചെല്ലുന്നു, അയാളെ കാണുകയാണ്. അപ്പൊ സച്ചിനെ കണ്ടതോ അയാൾ, കയറി വാ സച്ചി, എന്താ സച്ചി, കയറി വാ, ഓട്ടത്തിന്റെ പൈസ തരാൻ വന്നാണോ അതോ പലിശ അടയ്ക്കാൻ വന്നാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ഞാൻ വന്നത് എനിക്ക് കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടായിരുന്നു. പൈസയുടെ ആവശ്യം? എന്താ സച്ചി നീ പറയുന്നത്, ഇങ്ങോട്ട് പൈസ തരാൻ കിടക്കുന്ന നിനക്ക് ഇനിയും ഞാൻ പൈസ തരണമെന്നോ? ഇതൊക്കെ എന്തൊക്കെയാ എന്റെ പൊന്ന് സച്ചി. അല്ല നിന്റെ അമ്മ എന്ത് ചെയ്യും, നിന്റെ അമ്മ പ്രമാണമൊക്കെ പണം എടുത്തോണ്ട് പോയിട്ട് അമ്മ സുഖമായിട്ടിരിക്കുന്നോ എന്ന് ചോദിച്ചപ്പം അത് പിന്നെ എനിക്കിപ്പം ഒന്നും പറയാൻ പറ്റിയ സിറ്റുവേഷനിലല്ല, എനിക്ക് പെട്ടെന്ന് പൈസ വേണം, എൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കുക, എൻ്റെ അച്ഛൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു പിടിക്കണമെങ്കിൽ ഒരു 4 ലക്ഷം രൂപ വേണം, ഞാൻ കാല് പിടിക്കാം, എനിക്കൊരു 4 ലക്ഷം രൂപ പെട്ടെന്ന് തരുമോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒരൊറ്റ ചിരിക്കും അയാൾ. ആ ചിരി ചിരിച്ചിട്ട് പറഞ്ഞ 4 ലക്ഷം രൂപ അത് നിനക്ക്, എന്ത് വിശ്വസിച്ചാടാ ഞാൻ നിനക്ക് 4 ലക്ഷം രൂപ തരുന്നത്? എടാ നിന്നെപ്പോലെയുള്ള ഈ ഒരു മിഡിൽ ക്ലാസ്സുകാർക്കൊന്നും 4 ലക്ഷം രൂപയൊന്നും തരാൻ എന്നെ കൊണ്ട് പറ്റില്ല, പിന്നെ പ്രത്യേകിച്ച് സ്വന്തമായിട്ടൊരു വണ്ടി പോലും ഇല്ല നിനക്ക്,
ഇവിടെ നിന്നാണല്ലോ നീ ആ വണ്ടി എടുത്തോണ്ട് പോയി ഓട്ടോ ഓടി, ആ വാടക ഇവിടെ തരണം, പലിശ ഇവിടെ തരണം, ഇനി ആ തുക മേടിച്ചിട്ട് ആ 4 ലക്ഷം രൂപയുടെ പലിശയും കൂടെ നിനക്ക് തരാൻ കഴിയുമോടാ? ഇല്ലടാ, അതെനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എൻ്റെ പൊന്നു മോനെ സച്ചി, നിന്റെ അച്ഛൻ ആശുപത്രിയിലോ അവിടെ ഇവിടെയൊക്കെ ആയിരിക്കും കിടക്കുന്നത്, അതെനിക്കറിയേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന് എന്തും സംഭവിച്ചോട്ടെ, അതൊന്നും ഞാൻ ചിന്തിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് തെമ്മാടിത്തരമാണോ പറയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എന്താടാ നീ പറഞ്ഞത്? തെമ്മാടിത്തരവോ? എന്താണ് നീ പറഞ്ഞത്? നീ ഇവിടെ കയറി വന്ന് എന്റെ മെക്കിട്ട് കയറുന്നോ? പിന്നെ എന്റെ അച്ഛനെ കുറിച്ച് പറഞ്ഞുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് കുറച്ച് ഗുണ്ടകളൊക്കെ വരുവാണ് നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക്. അങ്ങനെ സച്ചിയുടെ അടുത്തേക്ക് അവിടെ വന്നിട്ട് ആ ഗുണ്ടകളൊക്കെ സച്ചിനെ കയറി പിടിക്കും. ഒരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു വിഷയം നടക്കുന്ന ആ ഒരു സീനൊക്കെയാണ് കേട്ടോ. കാരണം അവിടെ നിന്ന് നമ്മുടെ രവീന്ദ്രനെ ആരും ഒന്നും പറയുന്നത് ഇഷ്ടമല്ല. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും പറഞ്ഞാൽ നമ്മുടെ സച്ചി സഹിക്കുമോ? ഏതായാലും അവിടെ നിന്നും പൈസ കിട്ടുന്നില്ല നമ്മുടെ സച്ചിക്ക്. ലാസ്റ്റ് പൈസ കിട്ടുന്നത് വേറെ ഒന്നുമല്ല, വണ്ടി വിറ്റിട്ടാണ്. അത് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ അല്ലെ. ഏതായാലും ഇവിടം വരെ എത്തുമെന്നൊന്നും നമുക്കറിയില്ല, കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ. അപ്പം എല്ലാവരും കാത്തിരിക്കുക. സൺഡേ ആണെങ്കിലും പതിവ് പോലെ അല്ല കേട്ടോ, നമ്മൾ സൺഡേ വരുന്നതല്ല, ഞാൻ സൺഡേ നമ്മുടെ വീഡിയോയും ചെയ്യുന്നതല്ല. സൺഡേ ആയിരുന്നു ആകെ ഒഴിവുള്ളൊരു ദിവസം. ഇപ്പം നമുക്ക് സൺഡേയും കൂടെ കഥയുള്ളത് കൊണ്ട് നമുക്ക് സൺഡേ വന്നേ പറ്റൂ. അപ്പം അതുകൊണ്ടാണ് വന്നേക്കുന്നത്. പിന്നെ ഈ സൺഡേ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് വ്യൂസ് ഒക്കെ കുറയുന്ന സമയമാണ് കേട്ടോ. കാരണം ഈ രാവിലെ പള്ളിയിൽ പോകുന്നവരും അങ്ങനെ ഈ ഒഴിവുള്ള ദിവസങ്ങളിലൊക്കെ യാത്ര പോകുന്നവരൊക്കെ ആണല്ലോ കൂടുതലും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ വ്യൂവേഴ്സ് ഒക്കെ കുറവായിരിക്കാം. എങ്കിൽ പോലും ഒരാളെങ്കിൽ ഒരാൾ, രണ്ടുപേരെങ്കിൽ രണ്ടുപേരെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നതല്ലേ, അവരുടെ വിലപ്പെട്ട സമയമൊക്കെ മാറ്റി വെച്ചിട്ട്. അപ്പൊ അവർക്ക് വേണ്ടി നമ്മൾ പറയാൻ വന്നില്ലെങ്കിൽ മോശമല്ലേ. അപ്പൊ അതാട്ടോ ഞാൻ നിങ്ങളുടെ കഥയൊക്കെ ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ഇനി എന്നും ഞായറാഴ്ച കഥയായിട്ട് വരുന്നതായിരിക്കും. ഇത് കഴിയുമ്പോഴത്തേക്കും നയനയുടെയും ആദർശിന്റെയും കഥയും കൂടെ നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ, എനിക്ക് ചെറിയൊരു ഈ വായിൽ പുണ്ണു വരിക എന്നൊക്കെ പറയുമല്ലോ, വൈറ്റമിൻ്റെ കുറവെന്നൊക്കെ പറയും. അപ്പോൾ ചെറുതായിട്ടൊന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് തട്ടുന്നുണ്ട്. അതാണ് ഞാൻ നാക്കിട്ട് വലിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്കും ചിലപ്പം തോന്നി ചിന്നു എന്തായി കാണിക്കുന്നതെന്നൊക്കെ തോന്നുമായിരിക്കും. ഭയങ്കര ഒരു ചെറിയ വേദന, നമുക്ക് ഈ വെളുത്തി ഒരു പുണ്ണു പോലെ വരില്ലേ, ഞങ്ങളതിന് വൈറ്റമിൻ്റെ കുറവാന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ആ സംഭവം ഇങ്ങനെ വന്നിരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.